ഒരു കാര്യം പറയാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാങ് സ്ട്രീമിലേക്ക് നോർമൽ സ്ട്രീമിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ അതായത് ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ GTA കയറി. ഓക്കെ, GTA കയറിയിട്ട് നിങ്ങൾ GTA സ്ട്രീം കണ്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് പറ്റിയ പരിപാടിയല്ല ഇത്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതിനെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഒരു കൈവില്ലാത്ത ലീഡർ എന്നല്ല, എനിക്കിത് ഇൻട്രസ്റ്റ് ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെന്ന് വെച്ചാൽ എന്താ പറയാ, എന്നെ പോലത്തെ ഒരു ലീഡർ ആണ് എന്ന ഗ്യാങ് മുന്നോട്ട് പോകാൻ എനിക്ക് ഉറപ്പില്ല, മനസ്സിലാവും. പിന്നെ ലീഡർ ആണ് ഷമീർ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഷമീർ ലീഡർ ആയി കഴിഞ്ഞാൽ ഗ്യാങ് നല്ല രീതിയിൽ പോകുന്ന എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ നമ്മൾ ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അതിന് മുതൽ ഞാൻ ഷമീറെ കൊണ്ട് എല്ലാ ദിവസവും GTA കളിക്കാന്നുള്ളത് വാക്ക് വാങ്ങിയിട്ടുണ്ടോ. എല്ലാ ദിവസവും GTA കളിക്കും, എല്ലാ ദിവസവും GTA സ്ട്രീം ചെയ്യും. ഓക്കെ, അപ്പം ലീഡർഷിപ്പ് ചേഞ്ച് കുറെ ആൾക്കാർ വന്നിട്ട് എതിരഭിപ്രായം പറയുന്ന എനിക്കറിയാം. പക്ഷേ സ്റ്റിൽ ഗൈസ് നോ അതർ ഓപ്ഷൻ. ഇതാണ് വഴി. MRC ആണ് മുന്നിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ എന്നെക്കാളും മുകളിൽ എനിക്ക് MRC മുന്നിൽ വെച്ചാലേ പറ്റും, എനിക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പം അതാണ് തീരുമാനം. ലീഡറായിട്ട് ഷമീറിനെ പട്ടാഭിഷേകം ചെയ്യാൻ പോയത്. ഓക്കെ, എന്നിട്ട് ഞാൻ GTA ഇറങ്ങാൻ പോയത്. കാരണം എനിക്ക് GTA ഡെയിലി കളിക്കാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ ഇന്നലെ കയറിയപ്പോൾ തന്നെ എന്തെല്ലോ ആയത് മനസ്സിലാവും. പിന്നെ എനിക്ക് ലീഡർ നോയിന്ന് വെച്ചിട്ട് ഞാൻ മെമ്പർ ആണെന്നില്ല, ഗോഡ് ഫാദർ ആണെന്ന് മനസ്സിലായി. ഗോഡ് ഫാദർ ആകുമ്പോൾ എപ്പം ഒരിക്കൽ വന്നിട്ട് GTA കയറിയിട്ട്